Finding good fabric was my first small success in my business. Actually, എനിക്ക് ഏറ്റവും സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നല്ല മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായിരുന്നു. ഈ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൈൻഡിൽ വന്നത്, ഞാൻ കുറേ സ്ട്രഗിൾ അനുഭവിച്ചത്. കാരണം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊടുത്താൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡേഴ്സ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഭയങ്കര, നമുക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സമയത്ത് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ എനിക്ക് 1-2 അബദ്ധവും പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല ഫാബ്രിക്കാണെന്ന് വിചാരിച്ച്, നല്ല മെറ്റീരിയൽസ് ആണെന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരുപാട് കാര്യങ്ങൾ കുഴപ്പമായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഞാൻ തുടക്കകാലത്ത് ജോർജറ്റിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തീസാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ മെറ്റീരിയൽസ് നല്ലതാണെന്നും പറഞ്ഞ് നല്ല റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിച്ച ഒരുപാട് ഹാൻഡ് വർക്കിൻ്റെ മെറ്റീരിയൽസ് പിന്നീട് കളർ പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മുത്തിൻ്റെ കളർ പോകുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡ്സ് സ്റ്റോൺസിൻ്റെ ഒക്കെ കളർ പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ നമുക്കത് കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. നമ്മൾ കൊടുത്തൊരു പ്രോഡക്റ്റ്, നമ്മൾ റേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തൊരു ഫാബ്രിക്കിന് അല്ലെങ്കിൽ മെറ്റീരിയലിന് നമുക്കിങ്ങനെ കുഴപ്പം പറയുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ഒരു ടെൻഷനാവും. അയ്യോ, നമ്മൾ ചെയ്തൊരു സാധനം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയൽ, കുറച്ച് കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, നല്ല മെറ്റീരിയൽ നല്ല സർവീസ് കൊടുക്കണമെന്ന് പിന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും അവർക്ക് വാങ്ങിക്കാനും തോന്നുള്ളൂ. അങ്ങനെ ഞാൻ 1-2 സ്ഥലം ഞാൻ നേരിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കാനും തുടങ്ങി. അതായത് സൂറത്ത് പോലുള്ള സ്ഥലത്ത് നല്ല മെറ്റീരിയൽസ് വരുത്താൻ തുടങ്ങി. ആദ്യം കുറച്ച് മെറ്റീരിയൽസ് വരുത്തിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം പിന്നീട് മെറ്റീരിയൽസ് ഞാൻ വരുത്താൻ തുടങ്ങി. അതല്ലാതെ ഞാൻ ഇവിടെ തന്നെയുള്ള എനിക്ക് അറിയാവുന്ന ഒരു ബാംഗ്ലൂരുള്ളൊരു ഷോപ്പിൽ തന്നെ ഞാൻ പോവാറ്. അവിടുന്ന് എനിക്ക് ആ ഒരു മെറ്റീരിയൽസിന് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ലൈനിങ് ആണെങ്കിലും നമുക്ക് കളർ പോവാത്ത നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇതിന് യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മെറ്റീരിയൽസ് ആയാലും ബീഡ്സ്, സ്റ്റോണ്, ലേസ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് മാക്സിമം കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ടായി. പിന്നെ നമുക്കൊരു നല്ലൊരു പേര് കിട്ടാൻ തുടങ്ങി. അതായത് ഇവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ നല്ലതാണ്, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്ന് നമുക്ക് നല്ലൊരു പേര് വന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വരാനും ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും നല്ല മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്ട്രഗിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.